ദൈവൈക്യ ശുശ്രൂഷ. ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഞാനും യേശുവും ഒന്നായി ചേരുന്ന സമയമാണ്. ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നൊരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. ആദ്യം കുർബാന തുടങ്ങിയപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിയത് അപ്പ എന്ന് വിളിക്കുന്ന മക്കൾ സഹോദരി സഹോദരങ്ങളാണെന്ന് ഓർപ്പിക്കാനാണെങ്കിൽ, ഇവിടെ വേറെ മീനിങ്ങിൽ അവിടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുന്നത്. ഇവിടെ ഞാൻ പാപം മൂലം എൻ്റെ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു, ഞാനിവിടെ അനുരഞ്ജന ശുശ്രൂഷയിലൂടെ അനുരഞ്ജിതനായി ഇതാ വീണ്ടും ആ പുത്രസ്ഥാനം വീണ്ടും എടുത്തുകൊണ്ട് യോഗ്യതയോടെ വിളിക്കുകയാണ് അപ്പ എന്ന്. ആ വിളിയോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈശോയെ സ്വീകരിക്കുക. അപ്പോൾ കുർബാന സ്വീകരിക്കാത്തൊരു കുർബാന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈശോ ഇതെന്റെ ശരീരമാവും ഇതിന്റെ രക്തവും നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക പാനം ചെയ്യാന്ന് പറഞ്ഞ് നോക്കി കണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ യോഗ്യതയിൽ യോഗ്യത ഉണ്ടാക്കണം. അങ്ങനെ കുർബാന സ്വീകരിക്കണം, യേശുവുമായിട്ട് ഒന്നായി ചേരണം. അതിനാണ് ദൈവൈക്യ ശുശ്രൂഷ. പിതാവ് ഒരിക്കലൊരു പള്ളിയിൽ ചെന്നപ്പോഴേ അവിടെ കുർബാനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ പാട്ട് പാടുന്നൊരു ചേച്ചി വാ വാ യേശു നാഥാന്ന് ഉറക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആൾക്കാരുടെ കുർബാനയ്ക്ക് കൊടുത്തപ്പോൾ ഈ ചേച്ചി കുർബാന സ്വീകരിക്കാൻ ഉദ്ദേശിച്ചില്ല. ഉടനെ തന്നെ ഞാൻ അടുത്ത് കുർബാനയ്ക്ക് കൊടുക്കാൻ പോയപ്പോൾ ചേച്ചി വായ് പൊത്തിക്കൊണ്ട് വാ വാ യേശു നാഥ, വായ് പൊത്തിക്കൊണ്ട് വാ വാ യേശു എന്ന് പറയുന്ന ചേച്ചിയെ കണ്ടു പള്ളി ചെന്നപ്പോൾ. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ കുർബാന പകരുമ്പോൾ കുർബാന സ്വീകരിക്കണം, യോഗ്യത ഉണ്ടാക്കണമെന്നേ.